അത്രയ്ക്കും വേദനയോട് കൂടിയിട്ട് വേദനയാണ്. ഞങ്ങളെ അച്ഛനും ഞങ്ങൾ എടുത്തിരുന്ന വീടാണ്, ഞങ്ങൾ ജനിച്ചു വളർന്നതാണ്, ഞങ്ങളുടെ വീടാണത്. ഈ പുഴയിലെ വെള്ളം ഏകദേശം കയറി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ പറമ്പൊന്നും ഉണ്ടാവാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ, ദയനീയാവസ്ഥയിൽ ഏത് നേരത്തും ഞങ്ങൾ ജീവനും കൊണ്ട് ഇപ്പൊ ചെറിയൊരു കുട്ടിയുണ്ട് ഇവിടെ വന്നിട്ട്. അത് ആകാശെങ്കിൽ ഉറക്കം എനിക്ക് രാത്രി ഇല്ല, പോനും ഇല്ല. ഇങ്ങനെ രാത്രി ഇങ്ങനെ നീട്ടി നടക്കുക ഞങ്ങള്. ഉറക്കല്ല, ഓരോരോ പൊട്ടല് കേൾക്കുമ്പോൾ പേടിക്കാണ്. നെഞ്ഞിന്റെ ഉള്ളിൽ ഉള്ളൊരു കത്തലുണ്ട് നമുക്ക്. അത് തള്ളണം, ഇത് പെരാമയ്ക്ക് എടുക്കുമോ, ഇത് എങ്ങണ്ടാ എടുക്കണോന്നുള്ള ഒരു ആശങ്കയാണ്. ഇതൊരു വീടിന്റെ തറയാണ് കേട്ടോ. ഈ തറ പകുതിയും വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട് കണ്ടോ, പകുതിയും പോയി കിടക്കാണ് കണ്ടോ. ഓക്കെ, ഭയങ്കര ഡേഞ്ചറാണ് ഇത് കണ്ടങ്ങള്. ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 20 മീറ്ററോളം അല്ലേ, 20 മീറ്ററോളം സ്ഥലം ഈ ഭാഗത്തുനിന്ന് പുഴ എടുത്ത് പോയിട്ടുണ്ട് അല്ലേ. സ്ഥലം പോയതും അതിലേറെ ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തുടങ്ങണേ ഉള്ളൂ, അതാണ് അല്ലേ. വർഷം തുടങ്ങുന്നുള്ളൂ. വർഷം തുടങ്ങിയ ഈ പുഴ നിറയുമ്പോൾ വെള്ളം നിൽക്കുമ്പോൾ ഒന്നിച്ച് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആകെ ഇത് വെള്ളം നിറഞ്ഞു പോയാലേ കർക്കിടക മാസക്കാരന് വെള്ളം നിറഞ്ഞു പോയി ഒഴുകും. ഈ പുഴ ഒഴുകും ചെയ്യും. ഇതെന്താ ഞങ്ങൾ ചെയ്യാൻ? ഈ കൂടുതൽ ഇടിയാനുള്ള കാരണം ഈ പാലത്തിന്റെ പണിയാണ്. പുതിയ പാലം വന്നിരിക്കുകയാണ്. ഈ 6 വരി പാതന്റെ ഭാഗമായിട്ട് മറ്റൊരു പാലം കൂടി അവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണോ പുഴന്റെ ഒഴുക്ക് സ്ഥാനം തെറ്റി ഫില്ലർ. 6 വരിപ്പാതയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പാലത്തിൻ്റെ ഫില്ലറ് എന്താ പറയുക, സ്ഥാനം മാറിയാണ്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം ദിശ മാറി ഒഴുകി വരുമ്പോൾ അത് തിരിഞ്ഞ് കുത്തിയിട്ടാണ് ഇത്രയും കരക്ക് വന്നിട്ട് അടിയുന്നത്. വെള്ളം ഇങ്ങോട്ട് വന്ന് അടിക്കുകയാണ് കരയിലേക്ക്. ആ അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗം കംപ്ലീറ്റ് ഇടിഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ജീവനുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതും ഇത് കണ്ടില്ല നിങ്ങൾ, 10 സെൻറ്റോളം പുഴ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഭീഷണിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പോലും പേടിയാണ്. പാലത്തിന്റെ ആ ഈ കാലിന്റെ അത്ര വീതിയിലാണ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടിക്കാലത്ത് ഭൂമി. അപ്പൊ 10 അല്ല ഇപ്പൊ ഇങ്ങോട്ട് എടുത്തില്ലേ, 10-ലേറെ ഭൂമിയാണ് ഇപ്പൊ പോയിട്ടുണ്ട്. ഇതൊക്കെ പറമ്പായിരുന്നു. മറ്റേത് നല്ല പറമ്പ് പോലെയുള്ള സ്ഥലമാണ്. എന്താ ഞങ്ങൾ പായിട്ട് വിരിച്ച് നിങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ച സ്ഥലങ്ങളാണ് ഇവിടെ മുഴുവനും. എന്നാൽ സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് മേൽഭാഗത്തെത്തി എല്ലുമായി. ഇപ്പൊ ഞങ്ങളെ വീടിന്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ ആകെ ആശങ്കയിലാണ് ഞങ്ങൾ കിടന്ന് നിൽക്കേണ്ടത്. ആകെ എന്താ ഏതാണ്ട് ഇപ്പം എൻ്റെ മോള് ഇവിടെ വന്നിരിക്കുന്നു. ചെറിയൊരു കുട്ടിയാണ്, 56 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതുവരെ ഞാൻ ഇത് പേടിച്ചിട്ട് കൊണ്ടുവരാതെ നിന്നതായിരുന്നു എൻ്റെ മോളെ. ഇപ്പം എൻ്റെ മോളിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ആകെ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. ഇതെന്താ ഇപ്പോൾ ഒഴുകണ കണ്ടാൽ, സമുദ്രം ഒഴുകണ കണ്ടാൽ. ഈ മരങ്ങൾ ഇടിഞ്ഞിഞ്ഞ് പെട്ടെന്ന് അർദ്ധരാത്രിയൊക്കെ കൊടും കാറ്റും മഴയിൽ അങ്ങനെ പൊട്ടി വെള്ളം എടുത്തുപോയി ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടുന്ന്? ഈ അർദ്ധരാത്രി ഞങ്ങൾ എങ്ങനെ ഓടിപ്പോകും? എവിടേക്ക് ഓടിപ്പോകും? ഞങ്ങൾ അടുത്തുള്ള റോഡ് സൗകര്യം ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ. ആകെ ചളിയും പിടിയാണ്, വണ്ടി മുറ്റത്തേക്ക് വരൂല. എന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നു ഇവിടെ? ആകെ ആശ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു പ്രകൃതീശ്വരി എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവത്തിനോട്. ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ളൊരൊറ്റ പ്രാർത്ഥന ഞങ്ങൾക്കുള്ളത് ദൈവത്തിനോട്. എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടിഞ്ഞുണ്ട്? ആദ്യം കുറേശ്ശെ പുഴവള്ളുകൾ ഇടിഞ്ഞിട്ടുള്ളായിരുന്നു. 2018 തുടങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ല നിങ്ങള്, ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യിട്ടോ. കാരണം അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അല്ലേ. ഇതിപ്പോ എന്നാ പോയി? ഇതിപ്പോ 2 ദിവസമായി പോയിട്ട് ഇവിടെയുള്ള പിന്നെ എത്ര വീടുകൾക്ക്? 5 വീടുകളോളം വളരെയധികം ഭീതിയിലാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, അത്രയും കുത്തൊഴുക്കാണ്. പുതിയ കാലം വെച്ചതിന് ശേഷം ഇത്രയും മറ്റേ ശാന്തമായി ഒഴുകിയുന്ന പുഴയാണ് നടുക്കു കൂടി. ഈ കരഭാഗങ്ങളിലേക്ക് ഒരു ഇതുണ്ടാവലില്ലായിരുന്നു. അതിൽ ഞങ്ങൾ വർഷക്കാലത്ത് നീന്തലും അങ്ങോട്ടും ഇക്കരൊക്കെ നീന്തി കളിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾക്ക് പേടിയാണ് ഇവിടേക്ക് വരേണ്ടത്. ഒരു പേടി സ്വപ്നം പോലെയാണ്. ഞങ്ങൾ വിറകിടക്കെടുക്കാൻ വരയ്ക്ക് വരുന്നില്ല, പേടിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ എപ്പോഴാ അത് പൊട്ടണമെന്ന് പറഞ്ഞിട്ട് ജീവനും കൊണ്ട് ഓടണം എന്നുള്ളൊരു ഭയത്തിലാണ് ഞങ്ങൾ നിൽക്കേണ്ടത്. ആകെ ഈ കാണുന്ന ജനങ്ങളോടാണ് പറയാനുള്ളത്, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അത്രത്തോളം ഇപ്പോൾ ഈ അമ്മ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ,
എന്താ ഞാൻ പറയുന്നത്, ലൈവായിട്ട് ഇവിടെ വന്ന് നോക്കിയാൽ അറിയാം, അത്രയും ഡേഞ്ചറാണ്. ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കേണ്ടത് ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്. അന്ത്യം ഉറങ്ങും, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഈ ഓരോ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ എത്രത്തോളം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു സുരക്ഷാ ഭിത്തി കാര്യങ്ങളൊക്കെ ഒന്നും അവർ ഇടപെട്ടിട്ടില്ലായിരുന്നോ? അവർ മറ്റേ മലപ്പുറം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എഞ്ചിനീയർ വന്നിരുന്നു. എഞ്ചിനീയർ വന്ന് അവർ സൈറ്റ് നോക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് അയച്ചിരുന്നു. 1,98,00,000 രൂപയാണ് പറഞ്ഞത്, എസ്റ്റിമേറ്റ് പറഞ്ഞത്. ഇവർ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം പറഞ്ഞത്. അതാണ് പ്രശ്നം പറഞ്ഞത്. അവർ നോക്കി ഇതിന്റെ അളവൊക്കെ എടുത്ത് എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ നീണ്ടുപോയുള്ള അവസ്ഥ എന്താ വെച്ചേ? ഇതിപ്പോ നീണ്ടുപോയിട്ട് കണ്ടില്ല. ഇനിയിപ്പോ നീണ്ടുപോയി ഈ വീടുണ്ടാവുമോ? ഞങ്ങൾ എന്താ ചെയ്യുന്നത് ആലോചിക്കാൻ പോലും വയ്യ ഞങ്ങൾക്ക്. അത്രയ്ക്കും വേദനയോട് കൂടിയായിട്ട് വേദനയാണ്. ഞങ്ങളെ അച്ഛനമ്മ ഞങ്ങൾ എടുത്തിരുന്ന വീടാണ്, ഞങ്ങൾ ജനിച്ചു വളർന്നതാണ്, ഞങ്ങളെ വീടാണത്. ഇനി സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു വീട് കാണും ഞങ്ങൾ. എനിക്ക് അതിനൊന്നും കഴിവില്ല. എനിക്ക് ഭർത്താവില്ല, ഭർത്താവ് മരിച്ച പെണ്ണാണ് ഞാൻ. ഇപ്പം എൻ്റെ ആങ്ങളെ അവിടെയാണ് ജീവിക്കുന്നത്. എനിക്ക് വീടുമില്ല. ഈ ഒരവസ്ഥയിലാണ്, വല്ലാത്തൊരവസ്ഥ, ദയനീയ അവസ്ഥയിൽ. ഏത് നേരത്തും ഞങ്ങൾ ജീവനും കൊണ്ടിരുന്ന ഇപ്പം ചെറിയൊരു കുട്ടിയുണ്ട് ഇവിടെ വന്നിട്ട്. അത് ആകാശങ്ങൾ ഉറക്കം എനിക്ക് രാത്രി ഇല്ല, ഓനും ഇല്ല. ഇങ്ങനെ രാത്രി ഇങ്ങനെ നീട്ട് നടക്കുക ഞങ്ങൾ. ഉറക്കല്ല, ഓരോരോ പൊട്ടൽ കേൾക്കുമ്പോൾ പേടിക്കണം. നെഞ്ഞിൻ്റെ ഉള്ളിൽ ഉള്ളൊരു കത്തലുണ്ട് നമുക്ക്. അത് ആളി കത്തുന്ന മാതിരി ഒരു പേടി, ഒരു ആശങ്ക. എന്താണാവോ എന്നുള്ളൊരു കാളിച്ച ഞങ്ങൾക്ക്. ഞങ്ങൾ ദൈവത്തിനോട് പറയുന്നത് തെറ്റ് ചെയ്തു ഭഗവതി. ഞങ്ങൾ പ്രകൃതീശ്വരി ഭഗവതിനോട് പറയുന്നു, ഭൂമിയോട് പറയുന്നു. ഞങ്ങൾ ഭൂമി മാതാവേ, ഞങ്ങൾ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഞങ്ങൾ പറയുന്നു ഭൂമി മാതാവിനോട്. അധികാരികളൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് കണ്ണ് തുറക്കിയിട്ട് ഈ അമ്മൻ്റെ കരച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത്. കാരണം ഇതിപ്പോൾ ഇവരെന്നല്ല, ഇതിപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരാണെങ്കിലും ഇത് ഒരു പേടിയോട് കൂടിയാണ് ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ്. സ്ഥലം അതിൻ്റെ അപ്പുറം മനുഷ്യൻ്റെ ജീവനും കൂടി ഒരു വില ഇല്ലേ? അധികാരികളൊക്കെ ഇതൊക്കെ മാക്സിമം ഷെയർ ചെയ്യട്ടോ. വല്ലാത്തൊരു അവസ്ഥ കണ്ടില്ല നിങ്ങൾ. മഴക്കാലം തുടങ്ങിയിട്ടല്ലേ ഞങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിലാണ്. ഒരാളോട് വിളിച്ച് പറയാനും ഇരിക്കാനും ഒന്നും പെട്ടെന്ന് നമ്മൾ ഈ ആശങ്കയിലും ഇപ്പൊക്കെ ഒന്നും ഓർമ്മകൾ വരൂലല്ലോ. അപ്പോൾ ജീവനും കൊണ്ട് ഓടിണ്ടൊക്കെ അടച്ചിട്ട് കിടക്കാവൂലേ? ഇത്രയായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പെരേൻ്റെ കല്ലിൻ്റെ ഉള്ളിലേക്ക് ഉള്ളം തള്ളും വെള്ളം. ഉള്ളം തള്ളിയുണ്ടെങ്കിൽ എങ്ങനെ ഈ പെരെന്താ ഒന്നും പറയാൻ അറിയുന്നില്ല. അത് ആലോചിക്കാൻ പോലും വയ്യ. ഇവിടെ ഒരുപാട് ജീവനുകളാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ജനങ്ങളുടെ ജീവനും സ്വത്തിനൊക്കെ നിങ്ങൾ സംരക്ഷണം നൽകിയില്ലെങ്കിൽ പിന്നെ എന്താണ് വലിച്ചു നീട്ടിയിട്ട് എന്താണ്? എന്ത് സർക്കാരാണ്? കാരണം ഈ പാലത്തിന്റെ പാലം പുതിയ പാലം വന്നിരിക്കുകയാണ്. ഈ 6 വരി പാതന്റെ ഭാഗമായിട്ട് മറ്റൊരു പാലം കൂടി അവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന് അവർ ഇടക്കെട്ട് കെട്ടിയിട്ടുള്ള, അതിന് ഭിത്തി കെട്ടിയിട്ടുള്ളിടത്തുള്ള വീതി അതിന്റെ പ്രശ്നം കൊണ്ടാണോ? സ്ഥാനം തെറ്റി. ഫില്ലർ കെട്ടിയെടുത്ത് ദിശ തിരിഞ്ഞൊഴുകാണ്. ദിശ തിരിഞ്ഞിട്ട് അതാണ്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടില്ലേ? വെള്ളം ഒലിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാം. കണ്ടോ, അങ്ങോട്ട് തിരിയാണ്. ആ തിരിഞ്ഞിട്ട് കേട്ട് അടിക്കുകയാണ്. ആ അടിയാണ് ഇവിടെ ഇങ്ങനെ കണ്ടില്ല ഏറ്റവും കൂടുതൽ. ഇവിടെ മാത്രമേ ഉള്ളൂ, പനമ്പുഴ ഭാഗത്തേക്കില്ല. ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ ഈ സംഭവം. അത് എനിക്ക് തോന്നുന്നത് പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അല്ലേ? അവർ ഓരോ പണികൾ ചെയ്യുമ്പോൾ ഭൂമി തരിച്ചിടിയാണ്. നമ്മൾ പാലത്തിന്റെ മറ്റേ സൈഡില് ടോപ്പ് മാറി അവര് സ്ലാബ് ഇട്ടിട്ടുണ്ട്. അതാണ് മെയിൻ കാരണം. മാക്സിമം എല്ലാ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് എല്ലാ നടപടികളും എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അതാണ് വേണ്ടത്. നടപടികളും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണമെന്ന് സർക്കാരിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പദ്ധതികളും പേപ്പറുകളും ഒക്കെ അവിടെ ഉണ്ട്. അവർ ഫണ്ടില്ല എന്ന് പറഞ്ഞ് കൈ മലർത്താണ്. അവർക്കൊണ്ട് കഴിയില്ലെങ്കിൽ കേന്ദ്ര ഫണ്ടോ പിമാരെ കണ്ടോ മന്ത്രിമാരെ കണ്ടോ കേരള ഗവൺമെന്റ് അത് തയ്യാറാവണം. അതിന് അതാണ് പറയാനുള്ളത്. കേരള സർക്കാരിനകത്ത് ഫണ്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഫണ്ട് പിടിച്ചും അവരെ കണ്ട് ചെയ്യണം. അല്ലാതെ ഒരു ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്നു പോയി അളന്നു പോയതുകൊണ്ട് കാര്യമില്ല. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരളന്ന് പോയതിന് ശേഷം ഇപ്പോൾ 10-20 സെന്റ് കഴിഞ്ഞു പോയി. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തുക. കേരളത്തിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ രണ്ടു കൂട്ടരും ചേർന്നിട്ട് ഇവിടെ എത്രയും പെട്ടെന്നൊരു ഭിത്തി കെട്ടുക എന്നുള്ളതാണ് നാട്ടുകാരെന്നുള്ള എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ ജീവനൊന്ന് രക്ഷിക്കുക.